ഡേയ്സ് നിങ്ങൾക്കുള്ളതാണ്. അത് ഞാൻ ഉറപ്പായിട്ടും ഗ്യാരണ്ടി തരാം. നിങ്ങളുടെ ജീവിതത്തിൽ 20 മിനിറ്റ്സ് നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടിരുന്നു എന്ന് വെച്ചാൽ ഒരിക്കലും നിങ്ങൾ റിഗ്രറ്റ് ആവേണ്ട കാര്യമില്ല. ഹലോ ഗൈസ്, അപ്പം ഞാൻ എന്താ മെഷറിംഗ് ടേപ്പൊക്കെ ആയിട്ട് വന്നിരിക്കുന്നത് തുണി അളക്കാൻ വേണ്ടിയിട്ടല്ല, നമ്മുടെ മുടി അളക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഞാനൊരു 30 ഡേയ്സ് കംപ്ലീറ്റ് ആയിട്ടുള്ള ഹെയർ ഗ്രോത്ത് ചലഞ്ചിങ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അതായത് എന്തൊക്കെ ചെയ്തിട്ടും മുടിക്ക് ഒരു തരത്തിൽ, അതായത് ഉപയോഗിച്ചിട്ടും പലതരത്തിലുള്ള ഹെയർ ക്രീംസ് വാങ്ങിക്കുന്നു, ഹെയർ ഓയിൽസ് വാങ്ങിക്കുന്നു, കാണുന്നതെല്ലാം വാങ്ങിച്ച് തലയിൽ പുരട്ടിയിട്ടും ഒരു തരത്തിലും ചേഞ്ചസ് ഉണ്ടാവാത്ത എൻ്റെ സുഹൃത്തുക്കൾക്ക്, സഹോദരങ്ങൾക്കും വേണ്ടിയിട്ട് എനിക്കറിയാവുന്ന കുറച്ച് രീതിയിലുള്ള ടിപ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. അപ്പം നമുക്കിത് 100% ജെന്യുവനായിട്ട് തന്നെ നമുക്കിത് വിശ്വസിക്കാൻ പറ്റും. വിത്ത് പ്രൂഫ് സഹിതമായിരിക്കും ഓരോ വീഡിയോയിൽ നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ എത്തിച്ചേരാനായിട്ട് പോകുന്നത്. അപ്പോൾ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ, വിശ്വസിച്ച് കൂടാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഈ ഹെയർ ഗ്രോത്ത് ചാലഞ്ചിങ് വീഡിയോയിൽ ജോയിൻ ചെയ്യണം. അതായത് 30 ഡേയ്സ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ പറയുന്ന മെത്തേഡ്സിലെല്ലാം ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഹെയർ ഗ്രോത്ത് ഉണ്ടോ ഇല്ലയോ എന്നുള്ള റിസൾട്ട് നിങ്ങൾ പറയുന്നത് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കാത്തിരിക്കുന്നത്. അപ്പം ഇന്ന് മുതൽ അടുത്ത 30 ഡേയ്സ് വരെ നമ്മൾ പലതരത്തിലുള്ള വീഡിയോസും, അതായത് ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പലതരത്തിലുള്ള വീഡിയോസ് എല്ലാം നമ്മൾ കൊണ്ടുവരും. അത് നിങ്ങൾ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഇമ്പ്രൂവ്മെൻറ്റ് വരും. ഒന്ന് പരീക്ഷിച്ച് നോക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പരീക്ഷണം, അത് ദോഷകരമല്ലാത്ത രീതിയിലായിട്ടുള്ള പരീക്ഷണങ്ങളൊന്നുമല്ല, എല്ലാം നാച്ചുറലായിട്ടുള്ള രീതിയിൽ മാത്രം ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അത് പരീക്ഷിക്കുന്നത് വെച്ച് ഒരു തരത്തിലുള്ള ദോഷവും നിങ്ങൾക്ക് സംഭവിക്കത്തില്ല. സമയം മാത്രം നിങ്ങൾ മാറ്റി വയ്ക്കുക. അങ്ങനെ കുറച്ച് സമയം മാറ്റി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് നിങ്ങൾക്കുണ്ടാവും. ഞാൻ ഉറപ്പ് തരാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മുടി ഞാൻ വളർത്തിയെടുത്തത് അങ്ങനെയാണ്, പാരമ്പര്യമായിട്ട് യാതൊരു വിധത്തിൽ. എൻ്റെ അച്ഛനെയും അമ്മയും ഞാൻ വിത്ത് പ്രൂഫ് നിങ്ങളുടെ മുമ്പിൽ കാണിച്ചു തരാം. പാരമ്പര്യമായിട്ട് എനിക്ക് കിട്ടിയ മുടിയല്ല, ഞാൻ സൂക്ഷിക്കുന്നത് വഴിയും ഞാൻ ഉപയോഗിക്കുന്ന ടിപ്സ് വഴിയിട്ടുമാണ് എൻ്റെ ഹെയർ ഗ്രോത്ത് ഇത്രയും നാളായിട്ടും ചേഞ്ചസ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പം ആദ്യം നമ്മൾ വേണ്ടതെന്ന് വെച്ചാൽ നമ്മളെ ഹെയർ, ഇപ്പം നമുക്ക് എത്രയാണോ ഹെയർ ഉള്ളത് ആ ഹെയർ ജസ്റ്റ് അളക്കുക. നമുക്ക് ആ അളന്നെടുത്ത് വേണം നമ്മൾ അടുത്ത 30 ഡേയ്സ് വരെ നമ്മൾ ആ ഒരു ഡിഫറൻസ് നോക്കാൻ വേണ്ടിയിട്ട്. ഈ ഹെയർ ഗ്രോത്ത് ചാലഞ്ചിങ് വീഡിയോയ്ക്ക് ജോയിൻ ചെയ്യാൻ അല്ലെങ്കിൽ ഇത് ചെയ്യാനായിട്ട് ആ താല്പര്യമുള്ളവർ പറ്റുമെന്നുണ്ടെങ്കിൽ അവരുടെ ഹെയറിൻ്റെ ടിപ്പൊന്ന്, അതായത് തുമ്പൊന്ന് വെട്ടിയിട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി നമ്മൾ മാറ്റങ്ങൾ അറിയാൻ, നമ്മുടെ മുടി എവിടം തൊട്ട് എവിടം വരാണോ ഉള്ളത് അവിടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അളക്കുക. കാരണം നിങ്ങൾക്ക് ഒരു എന്താ പറയുക, സ്വന്തമായിട്ട് ഒരു തോന്നൽ ഉണ്ടാവണമല്ലോ. 1 ഇഞ്ചെങ്കിൽ 1 ഇഞ്ച് കൂടിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ എടുത്ത എഫേർട്ടിൻ്റെ അനുസരിച്ചുള്ളൊരു റിസൾട്ടാണ്. അപ്പോൾ അത് എപ്പോഴും അപ്രിഷ്യേറ്റബിൾ ആയിട്ടുള്ള കാര്യം തന്നെയാണ്. അതുകൊണ്ട് നിങ്ങളത് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് ഡേ 1 ആണ് ഇന്നൊന്ന് നിങ്ങൾ അളന്നിട്ട് അതൊന്ന് പറയുക. അതിനുശേഷം ഡേ 13 നമുക്ക് അല്ലെങ്കിൽ എത്രത്തോളം മാറ്റമാണ് നമുക്കുണ്ടായതെന്നും നമുക്കറിയാം. ആ ഒരു റിസൾട്ട് എല്ലാവർക്കും നല്ലത് തന്നെ ആയിരിക്കട്ടെ, പോസിറ്റീവായിരിക്കട്ടെ. മുടി കുറവുള്ളവരൊന്നും ഒരു തരത്തിലും വിഷമിക്കേണ്ട. കാരണം വെച്ചാൽ പലരും പറഞ്ഞിട്ടുണ്ട് പാരമ്പര്യമായിട്ടുള്ളത് മാത്രമേ കിളിക്കത്തുള്ളൂ, അല്ലെങ്കിൽ പോയ മുടി ഒരിക്കലും തിരിച്ചു വരത്തില്ല. അങ്ങനെയൊന്നും ഒരിക്കലും ഇല്ല. അതൊക്കെ തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ഹെയർ സംരക്ഷിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ ഹെയർ കെയർ മെത്തേഡ്സാണ് നമ്മുടെ ഹെയറിന് വേണ്ടി കൊടുക്കുന്നത്, അതനുസരിച്ചായിരിക്കും ഹെയർ നമുക്കും തിരിച്ചു തരുന്നത്. അതുകൊണ്ട് ഒട്ടും വിഷമിക്കേണ്ട ആവശ്യമില്ല. പോസിറ്റീവായിട്ടിരിക്കുക. ഹെയർ ആണ് എല്ലാവരുടെയും അഴകെന്നൊക്കെ പറയുമെങ്കിലും ഉള്ളിലൊരു പോസിറ്റീവ് എനർജി ഉണ്ടെങ്കിൽ നമുക്ക് ഹെയർ എന്നല്ല എന്ത് വേണമെങ്കിലും ചെയ്യാനായിട്ട് പറ്റും. സോ ബി പോസിറ്റീവ്. നമുക്ക് ആദ്യം പുതിയ അളവെടുക്കുന്നതിന് മുമ്പ് നമ്മളെ ഹെയർ ജസ്റ്റ് ഒന്ന് ചെടയെല്ലാം മാറ്റിയിട്ട് ഒന്ന് നല്ല രീതിയിൽ ചെട മാറ്റിയിട്ട് ഒന്ന് നൈസായി ഇടുക, ഫ്രിസിയായിട്ട് ഇടുക. അപ്പോൾ എങ്കിൽ മാത്രമേ നമുക്ക് അറിയത്തുള്ളൂ. എന്തെങ്കിലും ഒരു തരത്തിൽ ചെടയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ഒരു മെഷർമെൻറ്റ് കിട്ടത്തില്ല. അപ്പോൾ നമ്മുടെ മുടിയിലെ ചെടക്കെല്ലാം കളഞ്ഞതിന് ശേഷം മാത്രം ഇങ്ങനെ അളവെടുക്കാൻ ശ്രമിക്കുക. ഞാൻ ചെട എല്ലാം എടുത്തിട്ടുണ്ട്. നമുക്കിത് ഇവിടെ വെച്ചിട്ട് വേണം നമ്മൾ ഹെയറിൻ്റെ അറ്റം എവിടെയാണോ അവിടം വരെ അളക്കുക. കുറച്ചും കൂടി ബാക്കിലോട്ട് പോകണം. നിങ്ങൾ കറക്റ്റായിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ്. ഒരു തരത്തിൽ ഞാൻ കളക്ടറും കാണിക്കുന്നില്ല, പിന്നെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. നോക്കൂ, നമുക്ക് ഇവിടെയാണ് ഞാൻ എൻ്റെ കൈ വെച്ചേക്കുന്നത്. ഇവിടം വരെയാണ് എൻ്റെ മെഷർമെൻറ്റ്. ഇത്ര ഉണ്ടെന്ന് നോക്കാം. 56 സെൻറ്റിമീറ്ററാണ് എൻ്റെ മുടിയുടെ അളവ് വന്നിരിക്കുന്നത്.
സെൻറ്റിമീറ്റർ. അപ്പം എൻ്റെ മുടിയുടെ അളവ് നിങ്ങൾ കണ്ടല്ലോ. എൻ്റെ മുടി അളന്നിട്ടുണ്ട്. ഞാൻ ഈ ബ്ലാക്ക് ഉടുപ്പിട്ടുകൊണ്ടായിരിക്കും വീണ്ടും നിങ്ങൾക്ക് കറക്റ്റ് എൻ്റെ മുടി കാണാനായിട്ട് സാധിക്കാത്തത്. എൻ്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് ഇതാണ്. കാണുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ലൈറ്റിങ്ങിൻ്റെ ഒക്കെ പ്രശ്നമുണ്ട്. അപ്പം ഞാനിത് എൻ്റെ മുടി ഹെയർ കട്ട് ചെയ്തിട്ടില്ല. ഞാൻ ജനിച്ച കാലം തൊട്ടുള്ള എൻ്റെ മുടിയാണോ ഇത് എന്ന് പലർക്കും ഡൗട്ട് കാണും. ഒരിക്കലുമല്ല. എനിക്ക് ഒരു 5th സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ 6th സ്റ്റാൻഡേർഡ് തൊട്ടാണ് എൻ്റെ മുടി കേൾപ്പിച്ച് തുടങ്ങിയിട്ടുള്ളത്. ഞാൻ എന്താ ഒരു പ്രൂഫിന് വേണ്ടിയിട്ട്, അതായത് പലർക്കും ഡൗട്ട് കാണും ഈ പറയുന്ന കണക്ക്. ഫോൺ നമ്പർ ഉണ്ടോ നോക്കട്ടെ. ആൻഡ് 6th സ്റ്റാൻഡേർഡ് കണ്ടോ, അത് എൻ്റെ മുടി കണ്ടോ, ഇത്ര മുടി എനിക്ക് ഉണ്ടായിട്ടുള്ളത് 6th സ്റ്റാൻഡേർഡ് വരെ. അതായത് വീട്ടിൽ അമ്മ മുടി വളർത്താനായിട്ട് താല്പര്യമുള്ള ഒരാളല്ലാത്തത് കൊണ്ട് തന്നെ എനിക്ക് കുറച്ച് മുടി കിളിക്കുമ്പോഴത്തേനെ അമ്മ വെട്ടി കളയുമായിരുന്നു. അങ്ങനെ 6th സ്റ്റാൻഡേർഡ് കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് മുടി വളർത്താനായിട്ട് തുടങ്ങിയത്. എനിക്ക് മുടി ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെയാണ് മുടി വളരാനായിട്ട് തുടങ്ങിയത്, അല്ല വളർത്താനായിട്ട് തുടങ്ങിയത്. അതിനുശേഷം ഒരു 8th 9th 10th ഒക്കെ കഴിഞ്ഞപ്പോൾ നല്ല രീതിയിൽ മുടി കിളിക്കുകയുണ്ടായി. എന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു +2 കഴിഞ്ഞത്, നമ്മൾ കോവിഡിൻ്റെ സമയത്ത് 2020 ഞാൻ +2 എക്സാമിന് ജസ്റ്റ് കുറച്ച് നാൾക്ക് മുമ്പാണ് ഞാൻ എൻ്റെ ഹെയർ ഒരു ഇത്രയും ഉണ്ടായിരുന്ന ലെങ്ത് ഞാൻ കുറച്ചതായി ഇവിടെ മരക്ക് ഞാൻ വെട്ടിക്കളഞ്ഞായിരുന്നു. ലോങ് ഹെയറും അടുത്തപ്പോഴത്തേന് ജസ്റ്റ് ഷോർട്ട് ഹെയറും വേണം എന്നൊരാഗ്രഹത്തിൽ ഞാൻ പോയിട്ട് അമ്മയെ കൊണ്ട് കരഞ്ഞ് ബഹളം ഉണ്ടാക്കി മുടി വെട്ടിക്കളഞ്ഞ്. അപ്പം മുടി വെട്ടി കുറച്ച് ദിവസമൊക്കെ കഴിഞ്ഞപ്പോൾ കുഴപ്പമില്ലായിരുന്നു. പിന്നീടാണ് ആ ലോങ് ഹെയറിൻ്റെ വിഷമം എനിക്ക് മനസ്സിലായത്. നമ്മൾ ആണല്ലോ നമ്മുടെ കയ്യിലുള്ള വില, കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില മനസ്സിലാവത്തില്ല എന്ന് പറയുന്ന കണക്ക് അത് എൻ്റെ കയ്യിൽ നിന്ന് പോയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടുള്ള സങ്കടമായിരുന്നു. അതിനുശേഷം എന്താ പറയുക, മുടി പിന്നെ കിളിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന്, അതായത് 2020 നിന്ന് 2024 എത്തുമ്പോഴത്തേന് എൻ്റെ മുടിക്ക് ഇത്രമാത്രം ചേഞ്ചസ് വരുന്നത്. ഞാൻ വിത്ത് പ്രൂഫ്സ് ആയത് നിങ്ങളെ ഫോട്ടോസ് എല്ലാം കാണിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ നോക്കുക, നമ്മൾ ജനിച്ച കാലം തൊട്ടുള്ള മുടിയോ പാരമ്പര്യമായിട്ടുള്ള മുടിയല്ല, നമ്മൾ സൂക്ഷിക്കുന്ന അനുസരിച്ച് നമ്മൾ ഹെയറിന് കൊടുക്കുന്നതാണ് നമ്മൾ ഹെയർ ഞാൻ നേരത്തെ പറഞ്ഞാൽ തിരിച്ചു തരുന്നത്. ഞാൻ അധികം ഹെയർ തലയിൽ വെക്കാത്ത ഒരാളാണ്. ഹെയർ തേക്കും എങ്കിലും ഹെയർ ഒരുപാട് നേരം തലയിൽ വെക്കാറില്ല. കാരണം ഡാൻഡ്രഫ് വരും. ഇപ്പം അതേപോലെ പുറത്തോട്ട് ഇറങ്ങുമ്പോഴത്തേന് സൺലൈറ്റ് അടിക്കുമ്പോഴത്തേന് എനിക്ക് തലവേദന അനുഭവപ്പെടാറും അത് ഷാമ്പൂ കണ്ടീഷണർ ഉപയോഗിച്ച് നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കാറുണ്ട്. അത് പോകുമ്പോഴത്തേനും മുടിയെല്ലാം പൊങ്ങി ഇരിക്കുന്ന ഡിപ്പിലുണ്ട്. പൊങ്ങി ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് ഞാൻ കുറച്ച് എണ്ണ എടുത്ത് കയ്യിൽ സ്പ്രെഡ് ചെയ്തിട്ട് ജസ്റ്റ് മുടിയിലൊന്ന് ഒതുങ്ങാൻ വേണ്ടി മാത്രമേ തേക്കാറുള്ളൂ. അല്ലാതെ സ്ഥിരമായിട്ട് എണ്ണ തേക്കുക അങ്ങനെ ചെയ്യുന്നൊരു വ്യക്തിയല്ല. അതുകൊണ്ട് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് പലതരത്തിലുള്ള ഹെയർ ഗ്രോത്തിന് ഹെയർ മാസ്കുകളും എല്ലാം ഞാൻ ഇനി വരുന്ന 30 days ചാലഞ്ചിങ് വീഡിയോയ്ക്ക് ഇടുന്നതായിരിക്കും. പക്ഷേ ആദ്യം തന്നെ നമ്മൾ ഹെയറിന് ഒരു കട്ടിയായിട്ടൊന്നും കൊടുക്കണ്ട. കാരണം നമ്മളൊരു എന്താ പറയുക, ഒരു പുതിയൊരു കാര്യം നമ്മളെ ഹെയറിലോട്ട് ഒരു 30 ദിവസത്തേക്ക് നമ്മൾ ചെയ്യാൻ പോവുക. അപ്പം നമ്മൾ ആദ്യം തന്നെ ഒരു കട്ടി സാധനം എടുത്ത് നമ്മളൊരു കാര്യം ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പാടില്ല. ആദ്യം നമ്മൾ സോഫ്റ്റായി വേണം ഹെയറിൽ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എണ്ണ എടുക്കുക. എണ്ണ ലൈറ്റ്, എപ്പോഴും നമ്മൾ തലയിൽ എണ്ണ തേക്കുമ്പം ലൈറ്റായിട്ട് ചൂടാക്കിയതിന് ശേഷം വേണ്ടി മാത്രമേ തലയൊട്ടിയിൽ തേക്കാവൂ. കാരണം വെച്ചാൽ നമ്മൾ എണ്ണ ഒരു തണുത്തൊരു എന്താ പറയുക, ഒരു വിസ്കോസിറ്റി കൂടിയൊരു ഘടകമാണ് എണ്ണയെന്ന് പറയുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയതിന് ശേഷം, ഇളം ചൂട്, ഒരുപാടൊന്നും ചൂടാക്കരുത്, ജസ്റ്റ് ഇളം ചൂടാക്കിയതിന് ശേഷം മാത്രമേ തലയൊട്ടിയിൽ തേക്കാൻ പാടുള്ളൂ. അതോടൊപ്പം സവാളയുടെ നീരും അതിൻ്റെ അകത്ത് വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ. വിറ്റാമിൻ ഇ എന്ന് പറയുന്ന ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് നമ്മളുടെ തലയിൽ തേക്കുന്നത് വഴി, അത് ഡയറക്റ്റായിട്ട് ഒരിക്കലും വിറ്റാമിൻ ഇ തലയിൽ അപ്ലൈ ചെയ്യരുത്, സ്കിൻ ഇറിറ്റേഷൻസ് ഉണ്ടാക്കും. അത് ഒരു എണ്ണ, നമ്മൾ സാധാരണ എടുക്കുന്ന എണ്ണയുടെ കൂടെയോ മറ്റോ ആയിരിക്കണം വിറ്റാമിൻ ഇ എപ്പോഴും നമ്മൾ തലയൊട്ടിയിൽ തേക്കാൻ വേണ്ടിയിട്ട് ഡയറക്റ്റായിട്ട് ഒരിക്കലും അപ്ലൈ ചെയ്യരുത്. അപ്പം വിറ്റാമിൻ ഇയുടെ 1 or 2 ക്യാപ്സ്യൂൾ നിങ്ങളുടെ ഹെയറിൻ്റെ ഗ്രോത്തിനനുസരിച്ച്, ഹെയറിൻ്റെ ലെങ്തിനനുസരിച്ച് വേണ്ടി മാത്രമേ നിങ്ങൾ വിറ്റാമിൻ ഇ ആഡ് ചെയ്യൂ. ഇപ്പോൾ എനിക്ക് കുറച്ച് ലെങ്ത് കൂടുതലായതുകൊണ്ട് ഞാൻ 2 വിറ്റാമിൻ ഇയുടെ ടാബ്ലറ്റ് എടുക്കുന്നുണ്ട്. ഞാൻ ഒരിക്കലും 2 എടുക്കാൻ റെക്കമെൻഡ് ചെയ്യത്തില്ല. നിങ്ങളുടെ ഹെയറിൻ്റെ ലെങ്തിനനുസരിച്ച് നിങ്ങൾ എത്ര വേണമെങ്കിലും എടുക്കുക, 1 or 2 അതിനപ്പുറം എടുക്കുകയും ചെയ്യരുത്. ഇതും കൂടി ജസ്റ്റ് ഒന്ന് ഞാൻ മിക്സ് ചെയ്തിട്ട് തലയിൽ തേക്കുന്നതാണ്. ഇതാണ് ഞാൻ ഫസ്റ്റ്, അത് ഹെയർ ഗ്രോത്തിൻ്റെ ഫസ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ ഹെയറിൻ്റെ ലെങ്ത് പറഞ്ഞു. അതേപോലെ നിങ്ങൾ ലെങ്ത് എഴുതി വെച്ചിട്ട് ഇതും 30 days ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എന്തെങ്കിലും ചേഞ്ചസ് വരുന്നുണ്ടോ നോക്കാം. അപ്പോൾ എല്ലാവരും എൻ്റെ കൂടെ കൂടിക്കോ, നമുക്ക് അടിപൊളിയായിട്ട് ഹെയർ വളർത്തിയെടുക്കാം.
അപ്പോൾ നമുക്കിത് പ്ലേസ് ചെയ്യാം. അപ്പോൾ അതാണ്ട് ഇത് ഒണിയൻ ജ്യൂസ് ആക്കിക്കൊണ്ട് വന്ന എണ്ണയാണ്. ഇവിടെ അറിയ എണ്ണയിലേക്കാണ് നമ്മൾ വിറ്റാമിൻ ഇയുടെ 2 ക്യാപ്സ്യൂൾ പൊടിച്ചിടാനാണ്. ഇയുടെ 5 ടാബിന് വെറും 20 റുപ്പീസ് വരുന്നുള്ളൂ. അപ്പോൾ നമുക്കിത് എടുക്കാം. ഇത് പലർക്കും യൂസ് ചെയ്യാനായിട്ട് അറിയുന്നൊരു കാര്യമായിരിക്കും. ഒരു ജെല്ലാണ് ഇതിനകത്തുള്ളത്. അതിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇത് നിൽക്കുന്നത്. അതേപോലെ രണ്ടാമത് ഇത് പിടിച്ചിരിക്കാം. ഇതൊന്ന് കൈവച്ച് ഒന്ന് മിക്സ് ചെയ്യുക. നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിനകത്ത് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ രാത്രിയിൽ യൂസ് ചെയ്യരുത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിറ്റാമിൻ ഇ കുറേ നേരം ഒന്നും തലയിൽ വെക്കുന്നതും നമ്മുടെ ബോഡിയിൽ വെക്കുന്നത് അത്ര നല്ലതായിട്ടുള്ള കാര്യമല്ല. ഒരു 20 മിനിറ്റ്സ് മാക്സിമം വെക്കുക. പിന്നെ അതേപോലെ സവാളയുടെ നീര് തലയിൽ വെച്ച് കഴിഞ്ഞാൽ ചിലവർക്ക് പനി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് രാത്രിയിൽ ഒരു ഇത് ചെയ്യുന്നത് ഒഴിവാക്കുക. കൂടുതൽ വെക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മളുടെ എണ്ണ ആദ്യം നമ്മൾ എണ്ണയും വിറ്റാമിൻ ഇയും കൂടി മിക്സ് ചെയ്തതാണ് നമ്മൾ സ്കാൽപ്പിൽ തേക്കാൻ പോകുന്നത്. അതിനുശേഷം മാത്രമാണ് സവാളയുടെ നീര് തേക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ നല്ല രീതിയിൽ ചെടയെടുത്തതിന് ശേഷം നമ്മൾ നമ്മുടെ ഓരോ നമ്മുടെ വവരുകളിലായിട്ടാണ്, അതായത് ഈ ഓരോ ഹെയറിൻ്റെ പാർട്ടീഷൻസിലായിട്ട് മാത്രമേ നമ്മൾ ഇത് തേക്കാവൂ. ജസ്റ്റ് തേച്ച് കൊടുക്കുക നല്ല രീതിയിൽ. ഇതേപോലെ നമ്മളിങ്ങനെ ചെയ്തിട്ട് മാത്രം കാര്യമില്ല, ഹെയറിന് മസാജും ചെയ്യുക. ഹെയർ മസാജ് ചെയ്യുന്നത് വഴിയാണ് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂടി ഹെയറിൻ്റെ ഗ്രോത്ത് ഉണ്ടാകാനായിട്ട് സാധ്യതയുള്ളത്. അതുകൊണ്ട് അത് ചെയ്യുക. ഞാൻ ഉറപ്പ് തരാം, 30 ഡേയ്സ് കൊണ്ട് നിങ്ങളുടെ മുടി ഉറപ്പായിട്ടും നല്ല രീതിയിൽ ഗ്രോത്ത് ഉണ്ടാകുന്നതാണ്. സോ ഈ തേച്ചതിന് ശേഷം മാത്രം ജസ്റ്റ് ഒന്ന് ഹെയർ റൂട്ട് നിങ്ങൾ കൊടുത്താൽ മതി. ഞാൻ അധികം ഹെയർ റൂട്ട് തേക്കുന്നില്ല, എൻ്റെ കയ്യിൽ ഒന്നും ജസ്റ്റ് ഒന്ന് ആ ഒരു ഫ്രിസ്നെസ് മാറാൻ വേണ്ടി മാത്രമാണ് താഴേക്ക് തേക്കുന്നത്. കൂടുതലായിട്ട് നമ്മൾ സ്കാൽപ്പിൽ തന്നെ തേക്കുക. നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ കുറച്ച് ലെങ്തി ആവുന്നത്, വേറെ ഒന്നുമല്ല. അപ്പോൾ നിങ്ങളതൊന്ന് ക്ഷമിക്കുക. ആദ്യത്തെ ഫസ്റ്റ് വീഡിയോ ആകുമ്പോൾ കാര്യങ്ങളല്ലാതെ മസാജ് നിങ്ങൾ നല്ല രീതിയിൽ ഹെയറിൻ്റെ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ സ്കാൽപ്പ് നല്ല രീതിയിൽ നിങ്ങൾ 15 മിനിറ്റെങ്കിലും ഇങ്ങനെ മസാജ് ചെയ്തുകൊണ്ടിരിക്കുക. മസാജ് ചെയ്യുന്നത് വഴി മാത്രമേ നിങ്ങളുടെ ബ്ലഡ് സർക്കുലേഷൻ കൂടത്തുള്ളൂ. അത് ചെയ്യുക. ഞാൻ സവാളയുടെ നീരെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ കമ്പൽസറി ആയിട്ട് പറയത്തില്ല. നിങ്ങൾ വിറ്റാമിൻ ഇ തന്നെ ഉപയോഗിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ലൊരു ചേഞ്ചസ് ഉണ്ടാവും. എങ്കിലും ഞാൻ പറഞ്ഞ എൻ്റെ ഒരു ടിപ്പ് അനുസരിച്ച് സവാള നീരിനകത്ത് നമുക്ക് കട്ടി കൂടാനായിട്ട്, ലെങ്തല്ല കട്ടി കൂടാനായിട്ട് ഒരുപാട് ചാൻസസ് ഉണ്ട്. മുടിയുടെ കട്ടി കൂടുന്നത് വഴി തന്നെ നമ്മുടെ ഹെയർ ഫോൾ എല്ലാം നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ സവാള നീരും കൂടി തേക്കുന്നത് നിങ്ങൾക്ക് എപ്പോഴും ഗുണമുണ്ടായിരിക്കും. ഈ രാത്രി ഒഴികെ ബാക്കി എല്ലാ സമയത്തും നിങ്ങൾക്ക് 20 മിനിറ്റ് തലയിൽ തേക്കാനായിട്ട് സാധിക്കും. അപ്പം ഇത് നമ്മൾ സ്കാൽപ്പിൽ മാത്രം തേക്കുക, മുടിയിലേക്ക് സവാള നീര് തേക്കേണ്ടതായിട്ടില്ല. ഇത് നിങ്ങൾ സ്കാൽപ്പിൽ മാത്രം ജസ്റ്റ് ഈ സവാളയുടെ നീര് എന്ന് പറയുമ്പോൾ തന്നെ ഒരു തണുപ്പാണ് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നത്. നല്ലൊരു തണുപ്പ് നിങ്ങളുടെ കഴുത്തിൽ കിട്ടും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല കഴിക്കും. ഞാൻ അത് നല്ല രീതിയിൽ തേച്ചിട്ടുണ്ട്. നമുക്കൊരു 15 മിനിറ്റ്സ് ഇങ്ങനെ മസാജ് ചെയ്തുകൊണ്ടിരിക്കാം. മസാജ് ചെയ്യുക. മസാജിന് ശേഷം നമുക്ക് കെട്ടി വെക്കാവുന്നതാണ്. എനിക്ക് പറയാനുള്ള നല്ല രീതിയിൽ മുടിയിൽ തേച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു 15 മിനിറ്റ്സ് നല്ല രീതിയിൽ മുടിയൊന്ന് മസാജ് ചെയ്ത് ഹെയർ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. മസാജ് ചെയ്തതിന് ശേഷം ജസ്റ്റ് നമ്മൾ കെട്ടി ഇരിക്കുക. ഒരു 15 അല്ലെങ്കിൽ 15 തൊട്ട് 20 മിനിറ്റിനകത്ത് നിങ്ങൾക്ക് നോർമൽ ഷാമ്പു ഉപയോഗിച്ചോ അല്ലെങ്കിൽ സാധാ വെള്ളത്തിലോ കഴുകി കളയാം. ഞാൻ ഷാമ്പുവും കണ്ടീഷണറും യൂസ് ചെയ്യുന്നുണ്ട്. ഷാമ്പു ഉപയോഗിച്ച് എപ്പോഴും കണ്ടീഷണർ യൂസ് ചെയ്യുക. ഇതൊരു 20 മിനിറ്റ്സ് കൂടുതലുള്ളൊരു വീഡിയോ ആയിരിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ 20 മിനിറ്റ്സ് നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടിരുന്നു എന്ന് വെച്ച് ഒരിക്കലും നിങ്ങൾ റിഗ്രറ്റ് ആവേണ്ട കാര്യമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഭയങ്കരമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കാവുന്ന ഒരു വീഡിയോ അല്ലെങ്കിൽ ഉണ്ടാക്കാവുന്ന ഒരു ടിപ്പാണ് ഞാനിപ്പോൾ പറഞ്ഞു തന്നത്. ഇതേപോലെ 30 ഡേയ്സ് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും എന്താ പറയുക, നിങ്ങൾക്ക് നല്ല രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ ഞാൻ പറഞ്ഞ കുറച്ച് ടിപ്പുകളും ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും ഒക്കെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാറ്റം ഉണ്ടായിരിക്കും. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ. ഇത് നിങ്ങൾക്ക് ആഴ്ചയിൽ 1-2 ദിവസം ചെയ്യാം. എല്ലാ ദിവസവും ഞാൻ വ്യാഴാഴ്ചയായിരിക്കും വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്.
അപ്പം സൺഡേസിൽ നിങ്ങൾക്ക് ഇരുന്ന് ചെയ്യാനായിട്ട് പറ്റും. വ്യാഴാഴ്ച അപ്ലോഡ് ചെയ്യുന്ന അടുത്ത വ്യാഴാഴ്ച വരെ നിങ്ങൾക്ക് സമയമുണ്ട്. എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാം. ആഴ്ച 2 ദിവസം ചെയ്ത് കഴിഞ്ഞാൽ അത്രയ്ക്ക് നിങ്ങൾക്ക് ബെനിഫിറ്റ് ആയിരിക്കും. ഒട്ടും മുടിയില്ലാത്തവർ, നല്ല രീതിയിൽ ഹെയർ ഫോൾ ഉള്ളവർക്ക് 2-3 ദിവസം ചെയ്തു എന്ന് വെച്ച് യാതൊരു വിധത്തിലും പ്രശ്നങ്ങൾ ഉണ്ടാകത്തില്ല. അപ്പോൾ ഫസ്റ്റ് വീഡിയോ ഇതാണ്. 30 ഡേയ്സ് കണ്ടിന്യൂസ് ആയിട്ട് ഹെയർ ടിപ്സ് വീഡിയോ ആയിട്ട് വരാം. അടുത്ത 30 ഡേയ്സ് നിങ്ങൾക്കുള്ളതാണ്. അത് ഞാൻ ഉറപ്പായിട്ടും ഗ്യാരണ്ടി തരാം. ഒന്നും മറക്കരുത്. ആദ്യം ഹെയർ ജസ്റ്റ് ഒന്ന് ടിപ്പൊന്ന് എന്താ പറയുക, ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കുക. അതിനുശേഷം നിങ്ങൾ ടേപ്പ് എടുത്ത് നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള എത്രയാണോ ആ ലെങ്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് ഒന്ന് എഴുതി വെക്കുക. അടുത്ത 30 ഡേയ്സിൽ നിങ്ങൾ മാറ്റങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ്. പിന്നീട് ഉള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഈ കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം നല്ല രീതിയിൽ നിങ്ങൾ ഹെയർ മസാജ് ചെയ്യുക. മസാജ് ചെയ്ത് നിങ്ങളുടെ ബ്ലഡ് സർക്കുലേഷൻ ഹെയറിലോട്ടുള്ളത് കൂട്ടുക, പ്രൊമോട്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഹെയർ നല്ല രീതിയിൽ കെയർ ചെയ്യുക. രാത്രിയിലൊക്കെ നിങ്ങൾ മുടി പിന്നിയിട്ടും നല്ല രീതിയിൽ കൊണ്ടകെട്ടി മാത്രമേ രാത്രിയിലായാലും കിടക്കാനൊക്കെ പാടുള്ളൂ. ഇതുവഴിയൊക്കെ ചെയ്യുന്നത് വഴി ഉറപ്പായിട്ട് നിങ്ങൾക്ക് നല്ലൊരു മാറ്റങ്ങൾ ഉണ്ടാവും. അപ്പം കൂടെ കൊടുക്കുക. അടുത്തൊരു വീഡിയോയ്ക്ക് വരെ ഗുഡ് ബൈ.